അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇടയ്ക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം ഞാൻ നെട്ടിപ്പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്ക്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഈ സ്ട്രക്ചറൽ വർക്ക് എന്ന് പറഞ്ഞാൽ കല്ല് അല്ലെങ്കിൽ ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ഉണ്ടാവും. പക്ഷേ ഇത് ടോട്ടൽ ഡിഫറെൻറ്റ് മെത്തേഡ്. ഞാൻ ഇന്ന് ആ വീടൊന്ന് കാണാമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് പേർക്ക് അത് ചിലർ കണ്ടിട്ടുണ്ടാവും, പക്ഷെ കാണാത്തവർക്ക് അത് ഭയങ്കര ഒരു ഉപകാരപ്പെടും. ഇതാണ് ആ വീട്. ഈ വീടിന്റെ കംപ്ലീറ്റ് വാൾസ് അതുപോലെ തന്നെ എല്ലാ പാർട്ടീഷൻസും ഈ തെർമോകോൾ പാനൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ മുകളിലൊരു മെഷ് കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. EPS പാനൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. റൂഫ് വരെ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷെ റൂഫിന്റെ മുകളിൽ കോൺക്രീറ്റിന്റെ സ്ലാബ് വരും. ആ സ്ലാബ് പില്ലറിലാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ഏകദേശം 2 ഇഞ്ച് തിക്നെസ് അല്ലെങ്കിൽ 50 mm തിക്നെസ് ആണ് ഈ പാനൽ ഉള്ളത്. ഇതൊരു ഇൻസുലേറ്റർ പോലെയാണ്. അധികം ചൂട് അധികം തണുപ്പ് വീടിന്റെ അകത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് ആദ്യം തന്നെ തീർക്കുക എന്നുള്ളത് മസ്റ്റ് ആണ്. പിന്നെ അതൊരു കുത്തി പൊളിക്കലും അത് ഫിക്സ് ചെയ്യലൊക്കെ ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഈ സൈറ്റിൽ തന്നെ ഇപ്പൊ 2 വീട് ഇതേപോലെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ മെഷാണ് ഉപയോഗിക്കുന്നത്. തെർമോകോളും മെഷും ആദ്യം സെറ്റ് ചെയ്തിട്ട് പിന്നെയാണ് തറമേൽ അത് ഫിക്സ് ചെയ്യുന്നത്. എല്ലാ പാനൽസും ഫിക്സ് ചെയ്തതിനു ശേഷമാണ് ഇതുപോലെ സിമെന്റ് മിക്സ്ചർ സ്പ്രേ ചെയ്തിട്ടാണ് അത് ലാസ്റ്റ് സെറ്റ് ചെയ്യുന്നത്.